ഇത് കണ്ടു സമയം 3:30. സോ ഞാൻ തന്നെ എണീറ്റിട്ടുണ്ട്. പക്ഷെ എന്നേക്കാൾ മുമ്പ് എണീറ്റ ഒരാളുണ്ട്. 3:30 കാണിച്ചു കൂറിയിട്ട് സ്കൂളിൽ പോകുമ്പോൾ എണീക്കോടോ പനിക്ക്. എത്ര സമയം ഷോമി കള്ള എണീച്ച്. അങ്ങനെ കുളിച്ചൊരുങ്ങി ഞങ്ങൾ റെഡിയായി നിൽക്കുക കേട്ടോ. ഈ ചേച്ചിയും ചേട്ടനും അമ്മയും അച്ഛനും ഒക്കെ വരണം. അങ്ങനെ ഞങ്ങളെ യാത്ര തുടങ്ങണം. സോ വെയിറ്റിംഗ് ഫോർ ദം ടു കം. ആഹാ എന്തൊരു ഉഷാറല്ലേ മന്നു. സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. ഈ സമയത്തൊക്കെ വെക്കേഷനിൽ പിള്ളേർ കിടന്നുറങ്ങാറാണ്. ഇനി ഞങ്ങൾ ഒരുമിച്ച് ആ സൺറൈസ് കണ്ടത്. ഇനി ഞങ്ങൾ തമിഴ്നാട് എത്തി കേട്ടോ. ആ മലയൊക്കെ കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷം എന്നറിയോ. അപ്പോൾ അങ്ങനെ അയ്യോ ടയർഡായി, ഭയങ്കര ടയർഡ്. എത്ര മണിക്കൂറായിട്ടാണ് നമ്മളിപ്പോ വന്നോണ്ടിരിക്കുന്നത്? 10 മണിക്കൂർ. 12 മണിക്കൂറായി ഞങ്ങൾ കാറിൽ. 12 മണിക്കൂറല്ല, 1 മണിക്കൂർ ഭക്ഷണം കഴിക്കാൻ. ഈ കള്ളന്മാരൊക്കെ എന്തൊരു ബുദ്ധിമുട്ടാന്നറിയാം ഇവരൊക്കെ കൊണ്ടിട്ട് കാറിൽ വരുമ്പോ. കൃത്തികള് 10 മണിക്കൂറായി. 10 hours more than that. ചെവി നമ്മളിപ്പോ എവിടെ എത്തി? തമിഴ്നാടൊക്കെ എപ്പോഴും എത്തി. നമ്മള് ചിദംബരം എത്താനായി. ചിദംബരം എവിടെയാ? ചിദംബരം തമിഴ്നാട്ടില്. തമിഴ്നാട്ടില്. നമ്മൾ എങ്ങോട്ടേക്കാ പോകുന്നത്? നമ്മളെന്ത് എവിടേക്കാ പോകുന്നത്? നമ്മൾ അമ്പലത്തിലേക്ക്. അമ്പലത്തിലേക്ക്. ഗോഡ് എന്താന്നോ? ഏത് അമ്പല? വൈദീശ്വര ടെമ്പിൾ. വൈദീശ്വര ടെമ്പിൾ എവിടെയാ? വൈദീശ്വര പ്ലേസില്. ചിദംബരം, തഞ്ചാവൂരൊക്കെ നമ്മൾ കഴിഞ്ഞു. ചിദംബരത്ത് എത്തണം. ചിദംബരത്താണ് വൈദീശ്വര കോവില്. ഗോഡ് എന്താന്നോ? ഗോഡ് ഞാൻ പറയാം. ഗോഡ് എന്താന്ന് വെച്ചാല് വെയിറ്റ് ഐ ആസ്ക് യു മന്നു, ഇതെന്താ? ഇതിന്റെ ഉള്ളിൽ എന്താ ഉണ്ടാവാ? നീ പറയല്ലേ, തന്നെ പറയും. ഇതിന്റെ ഉള്ളിൽ എന്താ ഉണ്ടാവാ? അല്ല, ഇതിനുള്ളിൽ ഇപ്പൊ വെള്ളമില്ല സത്യം. പക്ഷെ ഇതിനുള്ളിൽ വെള്ളമുള്ള സമയത്ത് ഇതിനുള്ളിൽ എന്താ ഉണ്ടാവാ? വെള്ളമുള്ള സമയത്ത് പറയട്ടെ, വെള്ളം. ഓക്കെ മनु, इसमें क्या होता है? इसमें क्या होता है? मनु, मैं हिंदी में बात कर रही हूँ आपसे. पानी पानी पानी. ഓക്കെ പാനി. അതന്നെയാണ്. ജമ്മേ നല്ല ആൾക്കാരാണ്. ഒരു ഉദാഹരണം ചോദിച്ചത് ഞാന്. എങ്ങനെയാന്ന് വെച്ചാല് ഇപ്പം മമ്മ പറയും വെള്ളം എന്ന് പറയും. ഓക്കെ, അപ്പൊ ഒരു ഹിന്ദി ആൾക്കാരാണെങ്കിൽ ഒരു പറയും അല്ല ഇത് വെള്ളമല്ല ഇത് പാനിയാണെന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യും? നാനിയും മമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യും. ഇത് വെള്ളമാണെന്ന് പറഞ്ഞിട്ട് നാനിയും സപ്പോർട്ട് ചെയ്യും. അപ്പൊ മറ്റൊരു അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്യും, അല്ല അത് പാനിയാന്ന് പറയും. അത് കഴിഞ്ഞിട്ട് എന്റെ കേരളത്തിലുള്ള മുഴുവൻ മലയാളികൾ എനിക്ക് സപ്പോർട്ട് ചെയ്യും ഇത് വെള്ളാന്ന് പറഞ്ഞിട്ട്. നോർത്ത് ഇന്ത്യയിലുള്ള ഫുൾ ആൾക്കാർ അവർക്ക് സപ്പോർട്ട് ചെയ്യും അത് പാനിയാന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ കേട്ടിട്ട് നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? തമിഴ്നാട്ടില്. അവർ ചിരിക്കും. എന്താ? അവർക്കറിയാം ഇത് തണ്ണിയാണെന്ന്. സോ നമ്മൾ ഭഗവാനെ പല പല പേരിൽ വിളിക്കും, പക്ഷെ ഭഗവാനൊക്കെ ഒന്നാണ്. യു അണ്ടർസ്റ്റാൻഡ്? സോ വാട്ട് ഈസ് ഗോഡ്? ഒന്നാണ്. അമ്പലത്തിന്റെ അടുത്ത് തന്നെ താമസിക്കണം നിർബന്ധമായിരുന്നു കേട്ടോ. അതൊരു കുഞ്ഞു ഗ്രാമമായതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ വലിയ ഹോട്ടൽസ് ഒന്നും അമ്പലത്തിന്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ കിട്ടിയ സ്ഥലം ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. സോ വി ഹാവ് റീച്ച്ഡ്. ഞങ്ങൾ അമ്പലത്തിൽ പോവാണ്. സമയം ഏകദേശം 5:30 കേട്ടോ. അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ അത്രയും വലിയൊരു സുഖം വേറെ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റ് കുളിച്ച് നല്ല ഒഴുകി അമ്പലത്തിൽ പോകാൻ പറയുന്നത് സുഖം. മക്കൾ 2 പേരും എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അവരെ അച്ഛൻ്റെ അടുത്താക്കി. 6 മണിക്കാണ് ഇവിടുത്തെ അമ്പലം തുറക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ വൈദീശ്വര കോവിലേക്ക് പോകാൻ റെഡിയായി. ഇതാണ് വൈദീശ്വര കോവിൽ കേട്ടോ. ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് ഈ അമ്പലത്തിലെത്തിയപ്പോൾ എന്തൊരു സന്തോഷമാണെന്ന് അറിയാൻ മനസ്സിലായി. എത്ര വലുതായാലും ഇങ്ങനെ ഈ അമ്പലത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ച് വെക്കുന്ന കാറ്, കമ്മല്, മാല ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ് കേട്ടോ.
അതെത്ര പ്രായം ചെന്നാലും എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ, എന്നെ പോലെ തന്നെ. അങ്ങനെ ആ ഷോപ്പിലൊക്കെ കയറിയിട്ടാണ് ഞങ്ങൾ അമ്പലത്തിനുള്ളിലേക്ക് എത്തുന്നത്. മന്നവും തന്നവും എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരെ അച്ഛൻ്റെ അടുത്താക്കി. അച്ഛനും നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, അവർ വന്നില്ല. പിന്നെ ഗൈസ്, എനിക്ക് തമിഴ്നാട്ടിലും ഫാൻസൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ വന്നിട്ട് എൻ്റെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഗണപതിക്ക് ഒരു നെയ്വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ. അങ്ങനെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു. ഇത് അമ്പലത്തിൽ നിന്ന് പുറത്തുനിന്ന് നോക്കിയാൽ കാണുന്ന കേട്ടോ. പിന്നെ മന്നൂനെയും തന്നൂനെയും എടുത്തിട്ടില്ല. റൂമിൽ പോയിട്ട് അവരെ പിക്ക് ചെയ്തിട്ട് വേണം അടുത്ത അമ്പലത്തിൽ. ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോ നിങ്ങളൊക്കെ സുഖമായി ഉറങ്ങിയില്ലേ? എന്താ വരാഞ്ഞേ? വൈദ്യേശ്വര കോവിലിൽ നിന്ന് ഞങ്ങളിപ്പോൾ ചിദംബരം കോവിലിലേക്ക് വന്നു കേട്ടോ. ഇതും വലിയ അമ്പലമാണ്. ഇതിൻ്റെ ഉള്ളിലും ക്യാമറ അലൗഡ് അല്ല. സോ ഇപ്പോൾ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒന്നും എടുക്കാൻ പറ്റില്ല. പുറത്തത്തെ കാഴ്ചകൾ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പം ഞങ്ങളുള്ള ചിദംബരം ടെമ്പിളാണ്. ഇതിൻ്റെ ഉള്ളിൽ ക്യാമറ പ്രോഹിബിറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ടൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഭയങ്കര ഇതിൻ്റെ ആർക്കിടെക്ചർ വർക്ക്സ് ഒക്കെ അടിപൊളിയാണ്. പക്ഷെ കാണിക്കാൻ പറ്റില്ല, ഇവിടെ ക്യാമറ പ്രോഹിബിറ്റഡാണ്. ഞങ്ങളിവിടെ ഇങ്ങനെ വെറുതെ ഒരു മെഡിറ്റേഷൻ പോലെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. ഈ രണ്ട് കുർത്തം കെട്ട ചെക്കന്മാരുള്ളതുകൊണ്ട് ഒരു മെഡിറ്റേഷൻ നടക്കില്ല അല്ലേ? നീ നല്ലതാ. അപ്പം ഞങ്ങളിങ്ങനെ അമ്പലത്തിലൊക്കെ പോയി. നല്ലൊരു ക്ലൈമറ്റ് ആണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ നാഡി ജ്യോത്സ്യം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട് ഇവിടെ. അത് ഈ തഞ്ചാവൂർ ചിദംബരത്തിൽ മാത്രം പ്രത്യേകത കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട് പോയി തേടിപ്പാക്കുന്നതാണ് നാഡി ജ്യോത്സ്യം. നാഡി ജ്യോത്സ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ തമ്പ് ഇംപ്രഷൻ കൊടുക്കും. എന്നിട്ട് അവർ നമ്മുടെ ഏട്, നമ്മൾ ജനിച്ച സമയം കൊടുക്കും കേട്ടോ. എന്നിട്ട് അവർ നമ്മുടെ ഏട് എടുത്തിട്ട് വരും. ഏടെന്ന് പറയുമ്പോൾ അവരെടുത്ത് കുറേ ഒരു ഓലയിൽ കിട്ടിയ ഓരോ കാര്യങ്ങളുണ്ടാവും, ജാതകം. എന്നിട്ട് അതെടുത്തിട്ട് വരും. അതെടുത്തിട്ട് വന്നിട്ട് നമ്മളെ ഏട് അതിലുണ്ടെങ്കിൽ നമ്മുടെ പൂർവ്വജന്മം, നമ്മളുടെ എന്താ പറയുക, ഫ്യൂച്ചർ, ഇപ്പം പ്രസൻറ്റ് എല്ലാം അവർ പറഞ്ഞുതരും. അപ്പോൾ ഇപ്പം ഞങ്ങൾ പോകുന്നത് അങ്ങോട്ടേക്കാണ്. പക്ഷേ ഇന്നലെ ചേച്ചിയും ചേച്ചീൻ്റെ ഹസ്ബൻഡൊക്കെ പോയി എടുത്തു. ചേട്ടനത് കുറേ കാര്യങ്ങളൊക്കെ സത്യാന്നൊക്കെ ചേട്ടൻ പറയുന്നു, അറിയില്ല. ചേച്ചീൻ്റെ പേരൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. എൻ്റെ കാര്യം എന്താണെന്ന് അറിയില്ല. എന്തായാലും പോയോക്കാം. ഇവിടുത്തെ ഒരു ഭയങ്കര പ്രത്യേകതയാണ് കേട്ടോ. ഇവിടെ അമ്പലം, നാഡി ജ്യോത്സ്യം, ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നീ എന്താ ദൈവത്തിനോട് പ്രാർത്ഥിച്ചേ പോയിട്ട്? ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചത് എൻ്റെ അമ്മയ്ക്കും അച്ഛനും നല്ലത് ആവണം. അതേപോലെ എല്ലാവർക്കും, എൻ്റെ ഫാമിലിയിലെ എല്ലാവർക്കും പോസിറ്റീവ്സായ സാധനങ്ങൾ കിട്ടാനേക്കാം. സത്യം പറയാം. അങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? അത് ഫാമിലി പെട്ടതല്ലേ? നീ എന്താ പ്രാർത്ഥിച്ച മന്നൂട്ടാ? പക്ഷേ എനിക്ക് ഈ സ്ഥലത്തിനെ കുറിച്ച് പറയാൻ പറ്റില്ല. എന്താ പറയണ്ടേ? എനിക്കെന്താ ഇഷ്ടപ്പെട്ടെ? ഈ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ണിമുകുന്ദനാണ് കേട്ടോ. കുറച്ച് നോക്കി ഉണ്ണിമുകുന്ദന്റെ ചെറുപ്പകാലത്തിന്റെ ഫേസ് ഇല്ലേ? ഞാൻ ആക്ച്വലി ഉണ്ണിമുകുന്ദനെ കണ്ടിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ണിമുകുന്ദൻ ഉണ്ടെന്ന്. നിനക്കെന്താ പറയാനുണ്ടോ സ്ഥലത്തെ പറ്റി? വേഗം പറയും, സമയമില്ല. ഈ സ്ഥലം തമിഴ്നാട്ടിലുള്ള ഒരു ചിദംബരം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ചിദംബരം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇത് ശരിക്കും തമിഴ്നാട്ടിലുള്ള ഒരു വില്ലേജാണ്. എല്ലാവരും ഇവിടെ വർക്ക് ചെയ്യുന്ന വില്ലേജേഴ്സാണ്. അതുകൊണ്ട് നമുക്ക് 3 അമ്പലങ്ങളിൽ നിന്ന് വരാനാണ് നമ്മൾ ഇവിടെ വന്നത്. അതേപോലെ നമ്മൾ ആദ്യത്തെ അമ്പലത്തിൽ കയറി. ഇനി 2 അമ്പലങ്ങൾ കൂടി. നമ്മൾ 2 അമ്പലത്തിൽ പോയി. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി കേട്ടോ. പിന്നെ ഒരൊറ്റ തള്ളി മറച്ച് നമ്മളെയൊക്കെ അങ്ങോട്ട് വീഴ്ത്തി ഇട്ടേക്കും. സൗത്ത് ഇന്ത്യയിലെ ഒറ്റ നടരാജ ടെമ്പിളേ ഉള്ളൂ. അത് ഇവിടെ തോന്നുന്നു. ഇതാട്ടുക്ക് അത് മാട്ടുക്കാ? ഇത് പേപ്പ് തന്നെ. മമ്മ ഞങ്ങൾ വന്നപ്പോൾ അമ്പലം തുറന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അമ്പലം തുറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു പുറത്ത്.
ഇനിയും ഞങ്ങൾക്ക് 9 അമ്പലങ്ങളിൽ പോകാനുണ്ട് കേട്ടോ. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങൾ ആരെയും ബോറടിപ്പിക്കുന്നില്ല. കീപ് ഓൺ വാച്ചിങ്. താങ്ക് യു.